ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു ഫീല് കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ്. ഡാമിനകത്തെല്ലാം കുളമായിട്ട് കിടക്കുന്ന ഇവിടെയാണ് നമുക്കൊരു മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജും കാണാൻ പറ്റും. എന്തോ ഒരു മനസ്സിന് കുളിർമ. കലിപ്പാണല്ലോ ഉണ്ടാക്കുന്ന സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട്. എന്താണ് കാര്യം? വീട്ടിൽ തന്നെ? വീട്ടിലെ പട്ടിയാണ്? അല്ല അല്ലേ? ആണാ? സുന്ദരിയാണാ? ശരി ശരി പോട്ടെ. സുന്ദരിയാണാ? നീ വരുന്നാ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ സമീപ പ്രദേശത്തുള്ളതാണ് ഈ കാണുന്നത്. അത് കപ്പ, മീൻ, ദോശ, ശാപ്പാട് എല്ലാം ഇവിടെ കിട്ടും, ഊണെല്ലാം കിട്ടും. അതല്ലാതെ പോലീസ് സ്റ്റേഷൻ അടുത്ത് വരണമുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. അതല്ലാതെ കാട്ടാക്കട വന്നിട്ട് അവിടുന്ന് ചെയിൻ സർവീസ് പോലെ ബസ്സുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാകുമ്പോൾ അമ്പൂരി എന്നുണ്ട്, നെയ്യാർ ഡാം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ബസ്സുകളുണ്ട്. അവിടുന്ന് നമ്മൾ വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ നേരെ അവിടുന്ന് കാട്ടാക്കടയ്ക്കും ബസ് കിട്ടും. കാട്ടാക്കട വന്നിട്ട് അവിടുന്ന് അമ്പൂരി, നെയ്യാർ ഡാം എന്നൊക്കെ പറഞ്ഞ് ബസ്സുകളുണ്ട്. അതിലേക്ക് വന്നാൽ മതി. 10 കിലോമീറ്റർ, കാട്ടാക്കടയിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഞായറാഴ്ച ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാൻറ്റീൻ തുറക്കുന്നില്ല. പിന്നെ അകത്ത് KTDCയുടെ ഹോട്ടലുണ്ട്. പിന്നെ സമീപ പ്രദേശത്ത് ബഡ്ജറ്റ് ഹോട്ടലുകളുണ്ട്. പിന്നെ അതല്ല അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് സാമാന്യ ഭേദപ്പെട്ടൊരു ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് അകത്തേക്ക് കയറാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ശരിയെന്ന്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ശനിയും ഞായറും ഒക്കെയാണ് ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നത്. ചില സമയത്തൊക്കെ വരുന്നവർ ഹോട്ടലിൽ നിന്ന് ഇതിൻ്റെ പുറത്തുള്ള ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അകത്തേക്ക് കയറി പാസ് എടുത്ത് കയറുന്നതായിരിക്കും നല്ലത്. ഇവിടെ ടിക്കറ്റ് റേറ്റൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടൂറിസ്റ്റ് 10, ബൈക്ക് 10, കാർ ആട്ടോ 25, സ്വിമ്മിംഗ് പൂൾ 50, ക്യാമറ 50, ക്യാമറ വിത്ത് അഡീഷണൽ ലെൻസ് 500, പ്രൊഫഷണൽ വീഡിയോ 1000. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ എത്ര മണിക്ക് തുറക്കും? 8 മണിക്ക് തുറക്കും. വൈകുന്നേരം? അപ്പോൾ പാസ് അതേ ടൈം വരെ കൊടുക്കുക. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു അണ്ണൻ നിൽക്കുന്നത്. അണ്ണൻ തോർത്തൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കാണാം. അണ്ണൻ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. കുളിച്ച് നല്ല കുട്ടപ്പനായിട്ടൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആരെന്നുള്ളതിന് ചോദിച്ചറിയണം. ശരിയെന്ന്. തുടക്കത്തിൽ നല്ല പൂവൊക്കെ കാണാം കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാണ് പരിപാടി എന്നറിയത്തില്ല. ഒരു അണ്ണനിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് അണ്ണനെന്ന് അറിഞ്ഞൂടാ. പതാകയുടെ സ്റ്റിക്ക് മാത്രമുണ്ട് എൻ്റെ കയ്യിൽ. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. മരങ്ങളുടെ നടുവിലായിട്ട് ഒരു ഐസ്ക്രീം പാർലർ വെച്ചിട്ടുണ്ട്. നല്ല തണലുമൊക്കെ ഉണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരാൾക്ക് 50 രൂപയാണ് 1 മണിക്കൂറത്തേക്ക്. സ്വിമ്മിംഗ് പൂള് തുറന്നിട്ടില്ല ഇപ്പോൾ തൽക്കാലം. ഒരു പെങ്കൊച്ചിയിൽ നിന്ന് കുളിക്കുന്ന ഒരു പ്രതിമ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഐ ലവ് നെയ്യാർ. ഇവിടെ ചെറിയ ഗാർഡനും ചെറിയ കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറന്നില്ലെങ്കിൽ എന്ത് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് കാണാൻ സാധിക്കുന്നു. നല്ല മനോഹരം. കുളിക്കാനുള്ള മൂടുണ്ടായിരുന്നു. ഇതിവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല വാട്ടർഫാൾസാണ്. 2 സ്ഥലത്തും നല്ല മനോഹരമായിട്ട് വെള്ളം. ഇത് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. കണ്ട നേരത്ത് താഴെ ഇന്ന് കുളിക്കാൻ വേണ്ടി ചെയറൊക്കെ കെട്ടി മനോഹരമാക്കി ഇട്ടിരിക്കുന്നത് കണ്ട. ഇതൊന്ന് കുളിക്കാമായിരുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവറിൻ്റെ ഭാഗമായ നെയ്യാർ ഡാമിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് കയറി സ്റ്റെപ്പ് കയറി നമുക്ക് ഡാമിൻ്റെ ബോട്ടത്തിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി നമുക്ക് കയറി പോകാം. സ്റ്റെപ്പ് കയറി നമുക്ക് മേളിൽ പോകാം. ശനി ഞായറൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. എല്ലാം കാട് കയറി കിടക്കുകയാണ്.
കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഗാർഡനിങ്ങൊക്കെയാണ്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ട് ഒരു കഥകളി അണ്ണന്മാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ അടിച്ച് തകർത്ത് കോലെല്ലാം ചെണ്ടയുടെ കോലെല്ലാം ഒടിച്ചൊക്കെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അടുത്ത പാട്ടാണ് കേൾക്കുന്നത്. ഡാമിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ ടോപ്പിൽ കയറിയിരിക്കുകയാണ്. അടിപൊളി ദൃശ്യമാണ്. ഏതായാലും നമുക്ക് സ്പിൽവേ തുറന്നുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റാതെ വന്നു. പക്ഷേ അതിനേക്കാളും മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അഗസ്ത്യാർ മലയുടെ പ്രാന്തപ്രദേശങ്ങൾ. അവിടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ഇനി വരുമ്പോഴും നമുക്ക് അവിടെയും കൂടെയൊക്കെ ഒന്ന് പോകണം. ഇപ്പോൾ നമുക്ക് സമയം തികയുമെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ 10-11 മണിയായി. ഇനി ഇതെല്ലാം കയറി കണ്ടു വരുമ്പോഴേക്ക് എത്ര നേരമാകുമെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും അടുത്ത വരയിൽ നമുക്ക് ആ മുകളിലുള്ള മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. ആരെങ്കിലും ഇത് വാട്സാപ്പ് തന്നാൽ അതിനകത്ത് ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ അയച്ചു തരാം. ക്രിസ്ത്യൻ കോളേജിലെ ഏത് വിഭാഗമാണ് നിങ്ങൾ? അടിപൊളി. ആർഷ. അടുത്ത് അതിന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാം. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കൂടെ ഫോട്ടോ. അടിപൊളി കാഴ്ചയാണ്. നല്ല മനോഹരമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മലകളെല്ലാം മനോഹരമായിട്ട്. ഇവിടെ ശനിയും ഞായറുമൊക്കെയാണ് സാധാരണ ആൾ കൂടുതലായിട്ട് വരണത്. ഇന്ന് നോക്കിയിട്ട് അങ്ങനെ അധികം ആളൊന്നും കാണുന്നില്ല. ഇനി നാളെ ഇവിടെ KDC ഒക്കെ മുടക്കമാണ്. അവരുടെ പല സ്ഥാപനങ്ങളും മുടക്കമാണ്. മലിനമാക്കി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. കാടും കയറ്റി ആര് വരാനാണ്? ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആര് കയറി വരും? ഞായറാഴ്ചയായിട്ട് പോലും ആളുമില്ല, അനക്കവുമില്ല. അതിമനോഹരമായിട്ട് കടന്നിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ കാട് കയറി കിടക്കുന്നത്. മെയിൻ്റെനൻസ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. നല്ലൊരു പവലിയനാണ്. അത് പണ്ടങ്ങ് ചെയ്ത പെയിൻറ്റിങ്ങാണ്. അത് ഇപ്പോഴും മനോഹരമായിട്ട് തന്നെ ഉണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ പവലിയൻ ഇതാണ്. ബാക്കിയെല്ലാം കാടുകളൊക്കെ കയറി കിടക്കുന്നു. എന്ത് പരിവാവും എന്തോ. ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി, കാറ്റാടി മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കറക്റ്റ് ചെയ്തൊക്കെ വെച്ചാൽ മൊട്ട മരങ്ങളാക്കി നിർത്തിയാൽ കുറച്ചുകൂടെയൊക്കെ മനോഹരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. മരങ്ങളൊക്കെ ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് ആ ഒരു ദൃശ്യാനുഭവം വളരെ കുറവാണ്. കേട്ടോ, കാട് കയറി ദൃശ്യാനുഭവം കുറവാണ്. യുവാക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളവർ തന്നെ. നിങ്ങളുടെയൊക്കെ പേര്? അഖിൽ. അഭിഷേക്. നിങ്ങളെല്ലാ ആഴ്ചയും വരും ഇവിടെ? അതാ ഞാൻ പണ്ട് വന്നതാണ്. അപ്പോൾ മരങ്ങളൊക്കെ ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ എല്ലാം മറ്റും നല്ല ദൃശ്യം. ഇത് എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 10-20 കൊല്ലമായി അപ്പോൾ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി മാറ്റം വന്നു. അവിടെയൊക്കെ ഒട്ടും കാണാൻ അല്ലേ. കല്ലിനിൽ ഒരു ഹെലികോപ്റ്റർ വ്യൂ നമുക്ക് കിട്ടും മനോഹരമായ. നിങ്ങളെവിടെയുള്ളത്? കൊല്ലത്തുനിന്ന് ഫാമിലിയായിട്ട് ഇറങ്ങിയാണല്ലേ? എന്താ പേരെന്താ? അഭിലാഷ്. മോളുടെ പേര്? കീർത്തന. നിൻ്റെ പേര്? അഞ്ജന. ഇങ്ങനെ വൃത്തികേടാക്കി, ഇങ്ങനെ മുഴുവൻ വൃത്തികേടുമാക്കി കാടും കയറി കിടക്കുകയാണ് കണ്ട എല്ലാ സ്ഥലങ്ങളും. പിന്നെ ആ ടൂറിസ്റ്റുകൾ വരുക, മുഴുവൻ കാട് കയറി നശിച്ച് നാറാണക്കല്ല് കിടക്കുന്നു. എന്ത് മനോഹരമായി കിടന്ന സ്ഥലമാണ്. എന്താ പ്രകൃതി ഭംഗി മനോഹരമാണ്. പക്ഷേ ആൾക്കാർ വരുന്നിടം ഇങ്ങനെ കാടും കയറി പുല്ലും പിടിച്ച് കിടക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് വെട്ടിത്തെളിക്കാൻ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ലെന്നുള്ളതാണ്. KTDC കൈ കൊടുത്താലുള്ള കുഴപ്പം ഇതാണ്.
ഇവിടെ സാധാരണക്കാരൻ്റെ കൊടുത്ത് അവനതെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിടുകയും ചെയ്ത് നല്ല മനോഹരമായിട്ട് കൊടുക്കുകയും ചെയ്യും. കഴുത്തറപ്പും ഫീസ് വാങ്ങിക്കുന്നതല്ലാതെ എല്ലാത്തിനും കഴുത്തറപ്പും ഫീസാണ് വാങ്ങിക്കുന്നത്. എന്നാൽ മെയിൻറ്റെയിൻ ചെയ്ത് കിടത്തില്ല. ഇത് കണ്ടത് മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. ഇവിടെ DTPCയുടെ ബോട്ട് സർവീസ് ഉണ്ട്. അത് 150 രൂപ, 155 രൂപ, 250 രൂപ, അങ്ങനെ പല റേഞ്ചിലുണ്ട്. അരമണിക്കൂർ, 20 മിനിറ്റ്, അങ്ങനെ ഐലൻഡ് കറങ്ങി വരുന്നതൊക്കെ ആയിട്ടുള്ള ബോട്ട് സർവീസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ വരുന്നവർക്കത് അനുയോജ്യമായ ബോട്ട് സർവീസ് ആണെങ്കിൽ അത് ചെയ്യാം. മനോഹരമാണ്. ഈ DTPCയുടെയും KTDCക്ക് അമ്മ അറുത്ത് പൈസ വാങ്ങിക്കാൻ അറിയാം, പക്ഷേ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിടില്ല. ഇവിടെ പാവപ്പെട്ട ഈ സമീപവാസികൾ ആരെങ്കിലും കൈ കൊടുത്താൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ഫുഡും എല്ലാം കിട്ടും. അതൊന്നും ചെയ്യൂല, സർക്കാരും ചെയ്യൂല. ബോട്ടിങ്. ഇതെന്താ, ഇതിൻ്റെ പേരെന്തുവാണ്? എന്താ എൻ്റെ ചേട്ടനറിയാം. നന്നായിട്ട് പൂട്ടി ചെയ്യണം കേട്ടാ, പൂട്ടിയിട്ടേ പോവാള്. അപ്പോൾ എല്ലാവരും കയറിക്കോ. നിങ്ങൾ എവിടെയുള്ളതാണ്? നീണ്ടകരയല്ലേ, കൊല്ലം? ഓക്കെ. കയറിക്കോ. നമ്മളെ കൊല്ലം നീണ്ടകര ഫാമിലി ആണ് ബോട്ടിൽ കയറുന്നത്. യോയോ പറയാം. വണ്ടി എടുക്കുമ്പോൾ യോയൊക്കെ പറഞ്ഞോ. നിന്റെ പേരെന്തുവാണ്? ആദിദേവ്. അപ്പാടെ പേര്? അക്കയാണോ കൊണ്ടുപോണത്? അക്ക പഠിക്കുക? അക്കയാണോ പോണത്? ടാറ്റാ പറയേ. ബോട്ടുകളെല്ലാം നശിച്ച് നാറാണക്കല്ല് എടുത്ത് കിടക്കുകയാണ്. എല്ലാം പഴയ ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. 2 ബോട്ട് മാത്രമാണ് ഇപ്പം ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പഴകി ദ്രവിച്ച ബോട്ടുകളാണ്. എപ്പോഴും എന്ത് സംഭവിക്കാവുന്നൊരവസ്ഥയിലാണ്. നല്ല ബോട്ടുകളൊക്കെ ഇട്ടാൽ മാത്രമേ ഇവിടെ നല്ല മനോഹരമായിട്ട് ഇത് ആൾക്കാർ വരത്തുള്ളൂ. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരെ ഇവിടെ വരവ് കുറവാണ്. ഇവിടെ എല്ലാം കാട് കയറി മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ല, ഒന്നുമില്ല. DTPCക്ക് കഴുത്തറുത്ത് പൈസ വാങ്ങിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എല്ലായിടും കാട് കയറി കിടക്കുന്നത്. ആരുമില്ല, എത്തി നോക്കാൻ പോലും ആരുമില്ല. പ്ലാസ്റ്റിക്കും എല്ലാമായിട്ട് പറഞ്ഞിട്ട് പോയേക്കാണ്. അപ്പോൾ ഇവിടെ കാലഹരണപ്പെട്ട ബോട്ടുകളാണ് എല്ലാം കിടക്കുന്നത്. 2 ബോട്ടാണ് ഇപ്പോൾ ഓൾറെഡി സർവീസിനുള്ളത്. അതും കട്ടപ്പുറത്ത് കയറാൻ പരുവത്തിനുള്ളതാണ്. നല്ല നല്ല ബോട്ടുകൾ ഇട്ട് സർവീസ് നടത്തിയാൽ ടൂറിസ്റ്റുകൾ അധികമായിട്ട് വരത്തുള്ളൂ. നമുക്ക് മുഴത്തിന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളതാണ്, മനോഹരമായ പ്ലേസുകളൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ തൊഴിലുണ്ടാക്കാനും പറ്റത്തുള്ളൂ. ഇപ്പം ഇൻഡസ്ട്രീസ് നമുക്കില്ല, വ്യവസായമായിട്ട് നമുക്കൊന്നുമില്ല. അപ്പോൾ ആ സ്ഥാനത്ത് ഇതുപോലുള്ള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് കൂടുതൽ കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്നത്. അപ്പോൾ DTPCയുമൊക്കെ ഇതുപോലുള്ള പുതിയ ബോട്ടുകൾ ഇട്ടാൽ ആൾക്കാർക്കത് അട്രാക്റ്റീവായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വനശ്രീ പ്രോഡക്റ്റുകൾ അല്ലേ? കേരള വനം വന്യജീവി വകുപ്പ് സർക്കാരിന്റെ കടയാണ്. വനത്തിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഐറ്റംസ് എടുത്ത് കളക്ട് ചെയ്യുന്നവര് എല്ലാം പ്യൂർ സാധനങ്ങളാണ്, ഒറിജിനൽ സാധനങ്ങളാണ്. ഇത് ചെറുതേനാണ്, 200 ഗ്രാം 400 രൂപ. ഇത് വൻതേനാണ്, ഇത് 500 ഗ്രാം 300 രൂപയാണ്. പിന്നെ അലോവരയുണ്ട്, അലോവര. ഇത് കോഷുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ കോഷാണിത്. ഇത് നന്നാറി നറുതണ്ടി കോഷാണ്. ഇത് 20 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു കോഷ് നമുക്ക് കലക്കാം. ഇതില് മധുരം നമ്മൾ ചേർക്കണ്ട, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെയാണ്. ഒരു കുപ്പിയിലുള്ള 20 ഗ്ലാസ്സിനുള്ളതാണ്. ഇത് നന്നാറിയുടേത് 125, ഇത് 165 ആണ്. കുന്തിരിക്കുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലേ? ഇത് കുന്തിരിക്ക എത്ര രൂപയാണ്? ഇത് കുന്തിരിക്ക 100 രൂപ. ഇത് ബാംബു റൈസ് മുളയരി. ബാംബു റൈസ് ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. വനവിഭവങ്ങളാണ്.
സർക്കാർ അണ്ടർടേക്കിങ്ങിലുള്ള സാധനങ്ങളുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആവശ്യമുള്ളവർ ഒന്ന് വാങ്ങിക്കുക. മൈലാഞ്ചിപ്പൊടി, നീലാമരി എല്ലാം അക്കയെല്ലാം എടുത്ത് കാണിച്ചു തരികയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ വരുന്നവർ ഇത് മാത്രമേ ഉള്ളൂ ഫ്രഷായിട്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ നീറ്റായിട്ടും ഫ്രഷായിട്ടും തോന്നുന്ന ഇതൊക്കെ ഈ ഐറ്റംസൊക്കെ തന്നെയാണ്. അല്ലാതെ ഇവിടെ ഇറിഗേഷൻ വകുപ്പും KTDCയും DTPC എല്ലാം ഇവിടെ നല്ല അടിപൊളിയാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുകയാണ്. ഗാർഡനൊന്നും മെയിൻ്റനൻസ് ചെയ്യുന്നില്ല, ബോട്ടൊന്നും ഇല്ല. ഒക്കെ വീണ്ടും ഒക്കെ എടുത്ത് വരുന്നുണ്ട്. പുൽത്തൈലമൊക്കെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. പുൽത്തൈലത്തിൻ്റെ ഉണ്ട്, പുൽത്തൈലമൊക്കെ ഉണ്ട്. പിള്ളേ, നിനക്ക് വേണ്ടിയിട്ടേക്ക് ഇവിടെ ചെയർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കണ്ട, ബെഞ്ച്. എൻ്റെ ഈ മരം വെട്ടി ബെഞ്ച് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് നിനക്ക് ഇരിക്കാൻ വേണ്ടി. ബെഞ്ച് നീ കൊണ്ടുപോകുന്നാ, മരത്തിൻ്റെ ബെഞ്ച്. നിന്നെ കാണാവോ അതിനകത്ത്? നിന്നെ രണ്ടുപേരെ കാണാവോ? രണ്ടുപേരെ പേരെന്തോ പറ? നിന്റെ പേര് പറ. ശരി. അടിപൊളി ബെഞ്ചൊക്കെ ഏതായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ ഉള്ളു. ബോട്ടെല്ലാം നശിച്ച് ഗാർഡനെല്ലാം ഇല്ലാതാക്കി DTPCയും KTDCയും കൂടെ എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും കുറച്ച് സ്ഥലമൊക്കെ വൃത്തിയായിട്ട് ഉള്ളത്, കുറച്ച് സ്ഥലമുണ്ട്. ശനിയും ഞായറൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. ഇവിടെയാണ് ഇച്ചിരി അത്യാവശ്യം അല്പം ആൾക്കാരുള്ളത്. എന്നെ കണ്ടറിയാം. നിന്നെ കാണാവോ നോക്കി? നിന്റെ ടാറ്റാ പറ. ഫോറസ്റ്റുകാരുടെ ബോട്ടാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ധാരാളമുണ്ട്. ഫോറസ്റ്റിൻ്റെ ബോട്ടും ഇതൊക്കെ നല്ല ഇതാണ്, നല്ല രസമുണ്ട് കാണാൻ. അകത്ത് എല്ലാവർക്കും ജാക്കറ്റ് ഉണ്ടോ? ഇല്ല ഞാനില്ല. ഇതിപ്പോൾ ഒരാൾക്ക് എത്രയാണ് ഇതിൻ്റെ? 300 രൂപ. ഇപ്പോൾ കൂടിയല്ലോ, മറ്റേത് 250 രൂപ കൂടിയാണ്. ഇതിപ്പോൾ ഐലൻഡ് എല്ലാം കറങ്ങി വരുവാ? ഓഹോ. 1 മണിക്കൂറത്തെ യാത്ര കാണുവാ? 1 മണിക്കൂർ. ഇതിനകത്ത് എത്ര പേര് പോകും ഇതിനകത്ത്? മിനിമം എത്ര പേരുണ്ട് ഇത് പോകും? പോകും. അപ്പോൾ 10 പേരുണ്ടെങ്കിലും പോകും മിനിമം. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ. ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പൊക്കെയാണ് തുലച്ച് കളഞ്ഞത്. ബോട്ട് ഒരു 10-15 പേരുമായിട്ട് പോവുകയാണ്. മറ്റേ DTPCയുടെ ബോട്ട് കണക്ക് ദുറാവ് പിടിച്ച ബോട്ടൊന്നുമല്ല. അത് കാലഘട്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫോറസ്റ്റിൻ്റെ ബോട്ട് വലിയ കുഴപ്പമില്ല, മര്യാദയ്ക്ക് ഉള്ള ബോട്ടാണ്. നെയ്യാർ വൈൽഡ് സാഞ്ചുറിയിൽ ഒരു മുതല മുകളിൽ കയറിയിരിപ്പുണ്ട്. താഴെ ഇറങ്ങില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് മുകളിൽ കയറിയിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുക്കാം. മുതലാണ് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാം. ആൾക്കാരൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമിലിയായിട്ട് വന്ന്. നക്ഷത്രവനമൊക്കെ ഉണ്ട്. പല മരങ്ങൾ, അശ്വതി, കാഞ്ഞിരം, പൂരം, ചമത, പ്ലാവ്, മൂലം എനിക്കുണ്ട്, വെള്ളപ്പൈൻ, പൂരാടം, വഞ്ചിമരം, ഉത്രാടം പ്ലാവ്, അങ്ങനെ
നക്ഷത്ര വനങ്ങൾ 27 ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവനെ ഒന്ന് കാണാം. അത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് നക്ഷത്ര വനം. 17, 22 എരുക്ക്. 22 എരുക്കാണ്. 22 എന്താ എഴുതിയിരിക്കണം നോക്കാം. 22 തിരുവോണം. തിരുവോണത്തിനാണ് എരുക്ക്. അപ്പോൾ തിരുവോണം എൻ്റെതാണ്, എൻ്റെ നാളാണ് തിരുവോണം. അപ്പോൾ എൻ്റെ നാൾ ആണ് എരുക്ക്. കണ്ടിട്ടിറങ്ങി വരുന്നു. ആ ആ ആ ഈ കോഴി പൈത്തനുള്ളതാണ്. ആ അതിലൂടെ നെറ്റൂടെ കാണാൻ പറ്റൂല. ഓരോ 38 ദിവസം കൂടുമ്പോഴാണ് കഴിക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന അണ്ണം പറയുന്നത്. നമുക്ക് ഏതായാലും ക്രോക്കോഡൈലിനെ കാണാം. വ്യത്യസ്തനാം ക്രോക്കോഡൈലിനെ കാണാം. ഒരെണ്ണം കിടപ്പുണ്ട്. തട്ടിയാൽ പോലും അണ്ണന്മാരൊന്നും എഴുന്നേക്കില്ല. കാര്യം ഇതിങ്ങനെ പഴക്കമാണ് ഇവർക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. ഈ ഗ്രില്ല് കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. എങ്കിലും ഉള്ളതിൽ ഹലോ അണ്ണാ, അനക്കവില്ല കിടക്കുകയാണ്. തീറ്റയൊക്കെ തിന്നിട്ട് മിണ്ട കിടക്കുകയാണ്. ഏതോ ഒരു സ്പീഷ്യസാണ് കേട്ടോ. എനിക്കതിൻ്റെ കറക്റ്റായിട്ടൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഏതായാലും വന്ന സ്ഥിതിക്ക് അവനെയൊക്കെ കണ്ട് പോകാമെന്നേ ഉള്ളൂ. ഇവിടെ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് കാണാമല്ല. അവൻ്റെ കൈ അനങ്ങുന്നുണ്ട്. അങ്ങനെ കൈ അനക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളു. കാണാവോ എന്തരോ എന്തോ. ഇതൊരെണ്ണത്തിന് മര്യാദയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് ഒരെണ്ണമുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ചെത്ത പോലെ കിടക്കുകയാണ്. അതൊക്കെ തീറ്റയൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ തീറ്റയൊക്കെ എടുത്തിട്ട് എന്തോ ആണ് കിടക്കുന്നത്. ഇതിൽ ഒരെണ്ണം കിടപ്പുണ്ട്. കാണാവോ എന്തരോ എന്തോ. ഇതിൽ ഒരെണ്ണം കിടക്കുന്നു. ഇച്ചിരി ബ്ലാക്ക് കൂടുതലാണെന്ന് തോന്നുന്നതിന്. എല്ലാം ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. 3-4 ക്രോക്കോഡൈലാണുള്ളത്. ബാക്കിയെല്ലാം കാലഹരണപ്പെട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല. കാടും കയറി ഉണ്ട്. കാടെല്ലാം കയറി കിടക്കുകയാണ്. അതിനകത്തൊന്നും ഒന്നുമില്ല. എല്ലാം നശിച്ച് നാരായണക്കല്ല് എടുത്ത് കിടക്കുകയാണ്. എല്ലാം കുപ്പ കയറി കിടക്കുകയാണ്. ഇത് നോക്കണ്ട. കാട് കയറി മെയിൻ്റനൻസ് പോലും ചെയ്യാൻ ആരുമില്ലാതെ ഉണ്ട്. ഇതിനകത്ത് ഒന്ന് കിടപ്പുണ്ട്. 5-6 ബാക്കിയുള്ളതൊക്കെ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. 5-6 ക്രോക്കോഡൈൽ ഉണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡാമിൻ്റെ മറ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നിട്ട് കുറച്ചെങ്കിലും മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. ഈ പരിസരങ്ങളൊക്കെ ആകെ വൃത്തികേടായിട്ട് മലിനമായിട്ട് പ്ലാസ്റ്റിക്കും അത് ഇതുമായിട്ട് എല്ലാം കിടക്കുകയാണ്. യാതൊരുവിധ ഭയങ്കര അലംഭാവം. ഇറിഗേഷൻ വകുപ്പ് നോക്കുന്നില്ല, DTPC നോക്കുന്നില്ല, KTDCയും കണക്കാണ്. ഒരു സൈഡിലെ ചാനൽ തുറന്നിട്ടുണ്ട് താഴത്തത്. ഇത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴുക്കുന്നതാണ്. ഇങ്ങനെ ലോങ് സൈഡിൽ കാണാൻ കൊള്ളാം. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാൻ കിടക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഹൈജീനിക്ക് കുറവുണ്ട്. കാട് പിടിച്ച കിടക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പും കൊള്ളാം, KTDCയും കൊള്ളാം, DTPCയും കൊള്ളാം. എല്ലാവരും കണക്കാണ്. DTPCയുടെ ബോട്ടൊക്കെ ചെന്ന് കാണണം. ആരും കയറിക്കളയല്ലേ. അത്രയൊക്കെ ദുരന്തം പിടിച്ച ബോട്ട് 2 എണ്ണമാണ് ഇപ്പോൾ ഓടുന്നത്. അതും തുറാവ് പിടിച്ച ബോട്ട്. മറ്റേ വനം വകുപ്പിൻ്റെ ബോട്ടേ കുഴപ്പമില്ല. അത്യാവശ്യം അവിടെ നല്ല ഇച്ചിരി ഹൈജീനിക്കായിട്ടും വൃത്തിയായിട്ടൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല ഇതൊക്കെ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇതാണ്. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. കണ്ട, അത് അപ്പുറത്തെ സൈഡ് മുഴുവനൊക്കെ ഇതൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. ആരും നോക്കാനില്ലാതെ അനാഥമായിട്ട് കിടക്കുന്നൊരവസ്ഥയാണ്. പൈസ വാങ്ങിക്കുന്നുണ്ട്, കഴുത്തറുത്ത് പൈസ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. ഒക്കെ എത്ര നേരമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? കണ്ട, എത്ര നേരമായിട്ടൊക്കെ ഈ വെള്ളം ഒഴിച്ചൊഴിച്ച് കുടത്തിന്ന് വെള്ളം ഒഴിച്ച് രാവിലെ നമ്മൾ തുടങ്ങുന്നത് വൈകുന്നേരം വരെ ആയാലും ഒക്കെ നിർത്തൂല. എന്തുമാത്രം വെള്ളമാണ് ഈ ടാങ്ക് നിറക്കണമെന്ന് നോക്കി. സുഹൃത്തുക്കളെ, നെയ്യാർ ഡാമിൽ വന്നിട്ട് ആകെ മനോഹരമായിട്ട് തോന്നിയ ഒരു ഇടം എന്ന് പറയുന്നത് ഇവിടമാണ്. ബാക്കി എല്ലായിടവും അൺഹൈജീനിക്കായിട്ട് കിടക്കുകയാണ്. പ്ലാസ്റ്റിക്കുകളും കുപ്പികളും എല്ലാമായിട്ട് അൺഹൈജീനിക്കായിട്ട് കിടക്കുകയാണ്.
കാടെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാതെ ഒന്നുമില്ല, ചുമ്മാതെ കാട് പിടിച്ചെല്ലാം കിടക്കുകയാണ്. ഇതെന്ത് മനോഹരമായിട്ട് കിടക്കും. ഇത് മാത്രമുള്ള നല്ല മനോഹരമായിട്ട് ഉള്ള ഈ ബ്രിഡ്ജ് മാത്രമാണ്. എന്താ നല്ല വ്യൂ തരുന്നുണ്ട്. നമുക്കൊരു കാഴ്ചാനുഭവം, നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ബാക്കി എല്ലായിടവും കണക്ക്. ഒരു വഴിയാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ആൾക്കാർ സഞ്ചരിച്ച് വരേണ്ട വഴിയാണ്. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയെന്ന് നോക്കണേ. മുഴുവൻ കാടാണ്. എന്തൊരു ദയനീയ അവസ്ഥ. ഇറിഗേഷൻ വകുപ്പും കൊള്ളാം, KTDCയും കൊള്ളാം, DTPCയും കൊള്ളാം. എല്ലാവരും നല്ല ജോറായിട്ടുണ്ട്. ഓരോ ഇരിപ്പിടത്തിൻ്റെ അവസ്ഥ നോക്കി. ഇതിലെല്ലാം പുല്ല് കയറി പിടിച്ച് എന്തൊരു ദയനീയ. പ്ലാസ്റ്റിക് എല്ലാം കിടക്കണ നോക്കി, കുപ്പി പ്ലാസ്റ്റിക് എല്ലാം കിടക്കണ നോക്കി. ഇതെല്ലാവരും ഇതാണ് അവസ്ഥ. എന്തൊരു ശോചനീയ അവസ്ഥ. ആരുമില്ല, എല്ലാവരും കണക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട്, കഴുത്തറുത്ത് പൈസ വാങ്ങിക്കുന്നുണ്ട്. പോരുന്നതിന് പൈസ, ക്യാമറയ്ക്ക് പൈസ, ആളിന് പൈസ, വണ്ടിക്കൂലി പൈസ, എല്ലാത്തിനും കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നുണ്ട്. ബോട്ടിൽ കയറുന്നതിന് പൈസ. എല്ലായിടും കാട് പിടിച്ച് കിടക്കണം. എന്തൊരു ദയനീയ അവസ്ഥ. ആരുമില്ലെന്നുള്ളതാണ്. ഇവിടുത്തെ MLA ഒക്കെ ഇത് വല്ലപ്പോഴെങ്കിലും ഇതുവഴി വരണ്ടേ? ഇല്ല, ഇത് ആര് പറഞ്ഞു അറിയത്തില്ല എന്നുള്ളതാണ്. കാട് കയറിയിട്ട് ഡാം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും കാടാണ് എല്ലായിടും കയറിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അതിൻ്റെ പണ്ടുണ്ടായിരുന്ന ഭംഗി എല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയും വലിയൊരു ശോചനീയാവസ്ഥ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വന്യമൃഗ ജീവികൾ വരുന്നൊരിടം പോലെയാണ്. സിംഹങ്ങളിൽ വന്യമൃഗ ജീവികൾക്കുള്ള സങ്കേതം പോലെ അതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇത് നെയ്യാർ ഡാമിൻ്റെ പാർക്കാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയും. നിങ്ങളൊന്ന് നോക്കി കണ്ട. ഇത് നടക്കാനുള്ള വഴിയാണ് ഈ കാണുന്നത്. നടവഴിയാണ് കിടക്കുന്നത്, കാട് മൂടി കിടക്കുന്നത്. ഇതിനകത്ത് കാണുന്ന പാർക്കാണ് ഈ കാണുന്നത്. ഈ പാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാർക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കുക. ഞാൻ കാണിച്ചത് ഈ പാർക്കിൻ്റെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. കണ്ട, ഇതെല്ലാം കാട് മൂടി കിടക്കുകയാണ്. കണ്ട, ഒരു ബൗണ്ടറിയാണ് കാണുന്നത്. കണ്ട, പാർക്കിനകത്ത് കാണുന്ന എല്ലായിടം പുല്ലും കയറി, ആ വലിയ മരത്തിലും ചെറിയ മരത്തിലും ഒക്കെ എല്ലാത്തിലും പുല്ലും കയറി ഒരു വലിയൊരു പാർക്കാണ് കിടക്കുന്നത്. കണ്ട, പാർക്കിൻ്റെ അവസ്ഥയാണ്. എല്ലാം കാട് പിടിച്ച്. ഇവിടുത്തെ ഇറിഗേഷൻ വകുപ്പ് എന്ത് ചെയ്യുകയാണെന്ന് ദൈവത്തിന് തന്നെ അറിയാം. നോക്ക് കിടക്കുന്ന കണ്ട, കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താ, ചെടിയൊക്കെ ഒടിച്ചു മാറ്റിയാൽ പോലും സൗകര്യമായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതി ഒരു പാർക്കിലാണ് നിൽക്കുന്നത്. ഇത്ര ശോചനീയാവസ്ഥ വേറെ ഒരു പാർക്കിലും കണ്ടിട്ടില്ല. ഈ CK ഹരീന്ദ്രനൊക്കെ ഇവിടുത്തെ MLA ആണ്. വല്ലപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കണ്ട, ഇവിടുത്തെ ഈ അവസ്ഥയൊന്ന് വന്ന് കണ്ടുകൂടെ? ഒരു MP ഉണ്ട്, ശശി തരൂർ. അദ്ദേഹം തിരിഞ്ഞു നോക്കാതിരുന്നത് വളരെ കഷ്ടമാണ്. ഇവിടെ ഇറിഗേഷൻ വകുപ്പില്ലേ? ഒരു സംശയമാണ്. ഇത് ഇറിഗേഷൻ വകുപ്പൊക്കെ ഇട്ടിട്ട് പോയതാണ്. ഇറിഗേഷൻ വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? അതുപോലെ തന്നെ ഇവിടെ KTDC എന്തൊക്കെയാണ് കാണിച്ചത്? ഉള്ള ഹോട്ടൽ പോലും അടച്ചു. വരുന്നവർ സാധാരണക്കാരന് കഴിക്കാൻ ബിയർ കഴിച്ചിട്ട് പോയാൽ മതിയോ? ഇവിടെ ഹോട്ടൽ വേണ്ട, അതും അടച്ചിട്ടിരിക്കുന്നു. DTPCയുടെ അവിടെ ബോട്ട് സർവീസ്, അത് അതിനേക്കാളും ഗതികേട്. ആ കുറച്ച് ഭാഗം എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രം കുറച്ച് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ബാക്കി എല്ലായിടും കാട് പിടിച്ച് വൃത്തികേടായിട്ട് പ്ലാസ്റ്റിക്കും അതും ഇതുമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഈ ചില്ലമേടയിൽ നിന്ന് ഇറങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ള. ഇതൊക്കെ ആരും നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നൊന്നുമില്ലേ? MLAക്ക് ഉത്തരവാദിത്തമില്ലേ? ഇവിടുത്തെ MLAക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ? MPക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ? ഇവിടുത്തെ കിടപ്പൊന്ന് നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കാം, അന്നേരം മനസ്സിലാവും. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു ഇടത്തിൻ്റെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് അറിയാമോ? പ്ലാസ്റ്റിക്കും ഇത് എല്ലാമായിട്ട് കിടക്കുകയാണ്. ആരുമില്ല ഉത്തരവാദിത്തോടെ ഇത് നോക്കാനോ പിടിക്കാനോ ആരുമില്ലാത്ത രീതി പട്ടിക്കാട് കണക്ക് എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ എന്തെങ്കിലും ഒരു ഇത്ര ആൾക്കാർ പറഞ്ഞതല്ലേ, അകത്തുനിന്ന് കയറുന്നതിന് പൈസ, കാറിടുന്നതിന് പൈസ, സ്കൂട്ടർ വെക്കുന്നതിന് പൈസ, ആരെങ്കിലും ഒരു ക്യാമറ കൊണ്ടുവന്ന് അതിന് പൈസ, 500,000 രൂപ വാങ്ങിച്ചേക്കാണ്. അകത്ത് കയറുമ്പോൾ എന്താണ് അവസ്ഥ? ഇറിഗേഷൻ വകുപ്പ് എന്ത് ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്? ഈ KTDCക്ക് ഉത്തരവാദിത്തമില്ല. സാധാരണക്കാരനോട് അവൻ നല്ല വൃത്തിയായിട്ട് ഇടുവന്നേ.
ഇത് കഴുത്തിറക്കുന്ന റേറ്റ് എല്ലാത്തിനും വാങ്ങിക്കുന്നുണ്ട്. കഴുത്തിറക്കുന്ന റേറ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ ആയിട്ടുള്ള നിലവാരം ഇവിടെ വേണ്ടേ? അത് യാതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് എന്തൊരു ഗതികേടാണ്. ഇനി 1.5 വർഷം കഴിയുമ്പോഴേക്ക് വീണ്ടും ഈ ചില്ലുമേട്ടെന്ന് എല്ലാവരും ഇറങ്ങണ്ടേ? അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാൻ ഇവിടെ കാട്ടി വയ്ക്കും. എത്രയും ദയനീയമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം വേറെ. പ്ലാസ്റ്റിക്കും മിമ്മ കവറും ആ കവറും ഈ കവറും എല്ലാം അവിടെ മുകളിലുള്ള കടക്കാരെല്ലാം കൊണ്ട് വേസ്റ്റ് തള്ളിയിരിക്കണം. അവിടെ ഇരിക്കുന്നിടത്തൊന്നും ഈ ഓരോ സ്ഥലത്ത് ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടില്ലേ ആ പവലിയൻ്റെ അടുത്തൊക്കെ. അപ്പോൾ പവലിനകത്തും കയറാൻ പറ്റത്തില്ല. അവിടെ ആ സ്റ്റെയർ കേസ് മുഴുവൻ പ്ലാസ്റ്റിക്കും അത് ഇതൊക്കെയാണ്. അതുകൂടാതാണ് അതിനെ പവലിയൻ്റെ സമീപത്തുള്ള തീരത്തോട് ചേർന്നുള്ള ഇരിപ്പിടത്ത് ചുറ്റും പ്ലാസ്റ്റിക് കവറും കുപ്പിയും മലിനമായിട്ട് കിടക്കുന്നു. ചോറുകളും അഴുക്കുകളും പേപ്പറും എല്ലാമായിട്ട് മലിനമായിട്ട് കിടക്കുന്നു. അതല്ലാതെ കാട് മൂടി കിടക്കുന്നു. ഇത്രയ്ക്ക് ദയനീയാവസ്ഥ, കഷ്ടം തന്നെയാണ് ഇത്. അല്ല, നിങ്ങൾ കഴിവുകെട്ടവരാണെന്ന് തെളിയിക്കുകയാണ്. നിങ്ങൾ കഴിവുകെട്ടവരാണ്, ഞാൻ MLA ആയ ഞാൻ കഴിവുകെട്ടാനാണ്, MP ആയ ഞാൻ കഴിവുകെട്ടാനാണെന്ന് തെളിയിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല. ഏതായാലും 1.5 വർഷം കഴിയുമ്പോൾ എല്ലാവരും ചില്ലമേലെ താഴോട്ട് ഇറങ്ങുമല്ലോ അല്ലേ? നല്ല MLA, നല്ല MP. അല്ല, നിങ്ങളുടെയൊക്കെ തൊലിക്കെട്ടി അപാരമാണ്. ഇതൊക്കെ ഈ നാണമെന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്ന് സംശയമാണ്. അതിന് മാത്രം കാണ്ടാമൃഗത്തേക്കാളും വലിയ തൊലിക്കെട്ടിയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങേണ്ടതല്ലേ നിങ്ങൾക്ക്? എന്ത് മുഖം വെച്ച് ഇറങ്ങുക ദൈവത്തിനറിയാം. ഒരു സാധാരണ ഒരു മനുഷ്യനെ തോന്നുന്ന ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ എവിടെയാണ് ഇരുന്ന് ഭരണം ചെയ്യുന്നതെന്നുള്ളതാണ്. അല്ല, നിങ്ങളിതൊന്നും അറിയാത്തതാണ്. ഇത് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? ഇത്രയ്ക്ക് മലിനമായിട്ട് ഇടാവോ ഇവിടെയൊക്കെ? എത്രയോ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് എല്ലായിടത്തുനിന്നും നിങ്ങൾ പൈസ വാങ്ങിയല്ലേ? അതിൻ്റെ നിലവാരം ഉണ്ടാവണ്ടേ? ഇത് കണക്ക് കാട് പിടിച്ച് നടക്കണ വഴിയാണ് ആ കാണുന്നത്. നടക്കണ വഴിയുടെ അവസ്ഥ നോക്കൂ. നടന്ന് മുകളിലോട്ട് വരുന്നൊരു വഴിയാണ് ഈ കിടക്കുന്നത്. ഇത്രയ്ക്ക് ദയനീയത ഉണ്ടാ. നടന്നു പോകാൻ പറ്റുമോ നോക്ക്. വഴിയാണ്, നടന്നു പോകുന്ന വഴിയാണ്. കണ്ട, നടന്നു പോകുന്ന വഴിയുടെ അവസ്ഥയാണ്. ഇത് നിങ്ങൾക്കൊക്കെ ഇത് എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും പ്രതികരിക്കാനില്ല എന്നുള്ള തോന്നലാണെങ്കിൽ അതൊക്കെ മാറ്റണം. കാലഘട്ടം മാറി. നിങ്ങളൊരു വ്യവസായം ചെയ്യാൻ ഒരു പാർട്ടിക്കാരും സമ്മതിക്കത്തില്ല. എല്ലാവരും അതിൻ്റെ മുന്നിൽ പോയി കൊടി പിടിക്കും. തൊഴിൽ ചെയ്യാൻ ആരെയും കൊണ്ട് അനുവദിക്കത്തില്ല. എന്നാൽ മുഴത്തിന് കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതൊന്ന് വൃത്തിയാക്കിയിടാൻ പോലും ഒരുത്തനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാണ് കയറിയിരിക്കുന്നത്? ഈ നിങ്ങൾ ശമ്പളം വാങ്ങിച്ച് പെൻഷനും വാങ്ങിച്ച് ബോണസും TA എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ മതിയോ? അല്ല ചില്ലുമേട്ടിലിരുന്നാൽ മതിയോ? നിങ്ങളിതൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. 1.5 വർഷം കൂടെ ഉള്ളു MLAയ്ക്കും മന്ത്രിമാർക്കും ഒക്കെ. ഒരു പൊതുമരാമത്ത് മന്ത്രിയുണ്ട്, അദ്ദേഹം ഇതറിയുന്നില്ലേ? കടലിൽ കൊണ്ട് കായം കലക്കുന്നതൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട്. വലിയ ഫ്ലോട്ടും കിട്ടും എന്ന് പറഞ്ഞ്. ഇതിനെന്തെങ്കിലും ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നേ. എന്തെങ്കിലും കാരണം ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അത് പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യാൻ പറ്റൂലേ? ഇത്രയ്ക്ക് അനാസ്ഥ കാണിക്കരുത്. വളരെ കഷ്ടമാണ്, വളരെ ദയനീയമാണ്. നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന വളരെ ദയനീയമാണ്. നിങ്ങളെ കഴിവ് കേട്ടവരാണ്. ഒരു കാശിനും കൊള്ളില്ല, ഒരു വോട്ടിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നാണം കിടന്ന രീതിയിൽ ഇവിടെ എല്ലാം കിടക്കണം. മൂക്ക് പൊത്തിയല്ലാതെ നടക്കാൻ പറ്റും ഇതിനകത്തൂടെ. കഷ്ടം തന്നെ. നടന്ന് കുഴഞ്ഞിട്ട് ഞാനൊന്ന് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ സ്ഥലത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ സ്റ്റെയർ കേസ് ഒക്കെ ഇറങ്ങി അവിടെ വന്നതാണ്. ഇപ്പുറത്തെ സൈഡ് ഇരിപ്പിടമുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴ്വശം നോക്ക് നിങ്ങൾ. കണ്ട, ഇതോ ഇവിടെ നിന്ന് നോക്ക്. കണ്ട, ഒരു ഇരിപ്പിടത്തിൻ്റെ ചുറ്റും കിടക്കുന്ന ഒരവസ്ഥയാണ്. KTDCയും DTPCയും തമ്മിൽ തർക്കവും ബഹളം. അമ്മാർ തമ്മിൽ എപ്പോഴും അടിയാണ്. പാർട്ടിക്കാർ തമ്മിൽ അടി. നീ ചെയ്യ്, ഞാൻ ചെയ്യ്. അല്ല, ഇനിയും ജനങ്ങളെ സമീപിക്കേണ്ടതല്ലേ? ഇവിടെ ഈ നെയ്യാർ ഡാമിൽ ഒരിടമില്ല, വൃത്തിയുള്ളൊരു സ്ഥലമില്ല. നിങ്ങൾക്ക് അടുത്ത ഇലക്ഷന് ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ? ഈ പ്രദേശവാസികളുടെയെങ്കിലും മുഖത്ത് നോക്കണ്ടേ? നിങ്ങൾക്ക് വർഗീയതയും ഭിന്നിപ്പ് രാഷ്ട്രീയം കളിച്ച് വീണ്ടും ഇലക്ഷന് ജയിക്കാവുന്നതാണ് മോഹം. അല്ല, നിങ്ങൾക്ക് യാതൊരുവിധ ഉളുപ്പുമില്ലേ? ഉളുപ്പ് ചില നേതാക്കന്മാർ പറയുന്നത് യാതൊരുവിധ ഉളുപ്പുമില്ലേ ഇങ്ങനെ വൃത്തികേടായിട്ട് ഇട്ടിരിക്കുക? അല്ല, നിങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലേ?
എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. അല്ല, നിങ്ങൾ ഒന്നെങ്കിൽ ഇറിഗേഷൻ വകുപ്പിനെങ്കിലും ഒന്ന് നേരെയാക്കുന്നേ, അവരെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ ഈ KTDC DTPC തമ്മിലടിയാണ്, അവകാശ തർക്കങ്ങൾ. എനിക്ക് വേണമെന്ന് പറഞ്ഞു ഒരു സ്ഥലവും വൃത്തിയാക്കിയിടത്തില്ല. എല്ലാവരും കഴുത്തിറക്കുന്ന റേറ്റ് മാറ്റിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരന് കഴിക്കാനൊരു ഹോട്ടൽ വേണ്ടതെന്ന് ഇതിനകത്ത്, അതും അടച്ചുപൂട്ടിയാൽ എന്ത് ചെയ്യും? നിങ്ങളതിന് ഉത്തരം പറ. സാധാരണക്കാരനെ വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ വേണ്ടേ? അതും നിങ്ങൾ അടച്ചുപൂട്ടി. ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ഇപ്പോൾ വന്ന് പകുതി പോലും ടൂറിസ്റ്റുകൾ വരുന്നില്ലെന്ന് വേണം പറയാൻ. എന്തൊരു ദയനീയാവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടാവണ്ടേ? ഇപ്പോൾ MLA ഉണ്ട്, ഭരണപക്ഷത്തിൻ്റെ MLA ഉണ്ട്, പ്രതിപക്ഷത്തിൻ്റെ MP ഇരിക്കുകയാണ്. രണ്ട് പേരുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ജനങ്ങളോട് കുറച്ചെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളോ നിയമക്കുരുക്കളോ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് അതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക. ഇതേപോലെ കിടക്കുന്നത് വേറെ ഒരിടവുമില്ല. കുറച്ചെങ്കിലും പൊതുജനത്തോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം വേണ്ടേ? ഇനി 1.5 വർഷം കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങുമല്ലോ നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട്. നിങ്ങൾ എന്ത് വികസനം ചെയ്യുക? ഇനിയുള്ള കാലഘട്ടത്തിൽ വികസനം ചെയ്യാതെ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. എത്രയെന്ന് പറഞ്ഞ് എത്ര വർഷം ജനങ്ങളെ കബളിപ്പിക്കും? എത്ര നാൾ കബളിപ്പിക്കാൻ പറ്റും? കഷ്ടം.